ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ ആകാശത്ത് കറുത്ത മേഘപടലങ്ങൾ രൂപപ്പെട്ടതായി റിപ്പോർട്ട്. മഴയ്ക്ക് കറുത്ത നിറമുണ്ടായിരുന്നുവെന്നും വെള്ളത്തിൽ എണ്ണപ്പാട പോലെ അവശിഷ്ടങ്ങൾ കണ്ടതായും പ്രദേശവാസികൾ പറയുന്നു. ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ടെഹ്റാനിലെയും അൽബോസ് പ്രവിശ്യയിലെയും 4 എണ്ണ സംഭരണ കേന്ദ്രങ്ങളിലും എണ്ണ ഉത്പാദന കൈമാറ്റ കേന്ദ്രത്തിലുമാണ് ആക്രമണമുണ്ടായത്. പിന്നാലെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളിൽ വൻ തീപിടുത്തമുണ്ടായി. ശക്തമായ പുകയുയർന്നു. ആക്രമണത്തിനു പിന്നാലെ ടെഹ്റാനിൽ കറുത്ത നിറത്തിലുള്ള മഴ പെയ്തതായി CNN റിപ്പോർട്ട് ചെയ്തു. വെള്ളത്തിൽ എണ്ണയുടെ അംശം കലർന്നിട്ടുണ്ടെന്നും പ്രദേശവാസികൾ പറഞ്ഞു. Major airstrikes in the south and the west of the city happened last night where oil installations were hit, oil storage facilities. Apparently also a refinery might have been hit as well. തുടർന്നും വിഷമഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഇറാനിയൻ റെഡ് ക്രസന്റ് മുന്നറിയിപ്പ് നൽകി. ആക്രമണത്തിന് ശേഷമുണ്ടാകുന്ന മഴയിൽ ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുതെന്നും കോൺക്രീറ്റ് അല്ലെങ്കിൽ മെറ്റൽ റൂഫിനു കീഴിൽ അഭയം തേടണമെന്നും റെഡ് ക്രസന്റ് മുന്നറിയിപ്പ് നൽകി. ഷഹരാൻ ഓയിൽ ഡിപ്പോയിൽ നിന്നും എണ്ണ റോഡിലേക്ക് ഒഴുകിയതായി ദൃക്സാക്ഷികൾ പറയുന്നു. സൈനിക ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്ന എണ്ണ സംഭരണ കേന്ദ്രങ്ങളാണ് ആക്രമിച്ചതെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.